പഠനം നിർത്താൻ ഉദ്ദേശിക്കുന്ന കുട്ടിയുടെ രക്ഷകർത്താവ് അല്ലേ ടെലിഫോൺ ലൈനിലുണ്ട്. കേൾക്കാമോ സാർ? എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ? ഞങ്ങൾ ടി സി ഓൾറെഡി എല്ലാ ഫോമുകളും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് വന്നത്. ഫില്ല് ചെയ്ത് കൊടുത്തു അല്ലേ? കൊടുത്തു. ആരെയാണ് ഏൽപ്പിച്ചത്? അവിടുത്തെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിനെ കണ്ടു. എല്ലാവരെയും കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. എന്താ നിങ്ങൾ റീസൺ വെച്ചിരിക്കുന്നത്? എന്താണ്? ഹലോ കേൾക്കാമോ മാഡം? മാഡം സർ, ഞാൻ മദറാണ്. കുട്ടിയുടെ മദറാണ്. ശരി. അതെ. ഞാൻ അവിടെ കൃത്യമായിട്ട് പോയിട്ട് ഫോം ഫില്ല് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് അവിടുത്തെ ഓഫീസിലെ സ്റ്റാഫിന്റെ കയ്യിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഫോട്ടോ എന്റെ ഫോണിൽ ഉണ്ട്, ഞാനത് കൊടുത്തതിന്റെ. അതിനൊരു റീസൺ ഞാൻ അവിടെ വെച്ചേക്കുന്നത് പേഴ്സണൽ എന്ന് മാത്രമാണ്. എന്റെ പേഴ്സണൽ റീസൺ കൊണ്ടാണ് ഞാൻ അവിടെ വെക്കുന്നതെന്നാണ്. പിന്നെ ക്ലാസ് ടീച്ചറിനോട് സംസാരിച്ചപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണം കൊണ്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കാരണം? അതായത് അറിയാലോ, ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി നടക്കുന്ന കാര്യം അറിയാലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്റെ മക്കളെ പഠിപ്പിക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അത് മറ്റാരുടെയും ഒരു തീരുമാനമല്ല, എന്റെയും ഭർത്താവിന്റെയും മാത്രം ഒരു തീരുമാനമാണ്. നിങ്ങൾ ഈ കുട്ടി ഈ തരത്തിൽ എന്തെങ്കിലും പരാതികളോ എന്തെങ്കിലും മാനസിക വിഷമമോ നിങ്ങളോട് പറഞ്ഞിരുന്നോ? ഇല്ലില്ല, കുട്ടികൾ പറഞ്ഞിട്ടില്ല. നമുക്ക് അത്രയും പറയാനുള്ള തരത്തിലുള്ള വലിയ മുതിർന്ന കുട്ടികളല്ല എന്റേത്. എന്റേത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും മാത്രം പഠിക്കുന്ന ചെറിയ കുട്ടികളാണ്. അപ്പൊ അതിന്റെ പേരിൽ ഞാനത് കുട്ടികളെ ചോദിച്ച് കൂടുതൽ മനോവിഷമം ഉണ്ടാക്കണ്ട എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. അതായത് താങ്കളും താങ്കളുടെ ഭർത്താവും ചേർന്ന് എടുത്ത തീരുമാനമാണ്? അതെ, വേറൊരാളുടെയും ഒരു ഇൻഫ്ലുവൻസ് അതിനകത്ത് ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ മാത്രം തീരുമാനമാണത്. ഈ സ്കൂളിൽ സമീപകാലത്തുണ്ടായ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലമാണ് നിങ്ങളെ എങ്ങനെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്? അതെ, തീർച്ചയായിട്ടും. അത് എങ്ങനെയാണ് കുട്ടി നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ടാക്കി? അതായത് ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ്. നാളെ എന്റെ മക്കൾക്ക് അങ്ങനെ ഒരു ആവശ്യം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ച് കിട്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ വേണം ഞാൻ കൊടുക്കാൻ. അപ്പോൾ ആദ്യം ടി സിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ അതിന് ഈ അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മദറിനോട് കൃത്യമായിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു. ആ മദർ, അതായത് അതും ഒരു കന്യാസ്ത്രീയാണ്, ആ മദർ എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും എന്നോട് പറഞ്ഞത്, ഞാനൊരു കന്യാസ്ത്രീയാണ്, ഞങ്ങൾക്ക് ഇങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള വിവേചനങ്ങളും ഇല്ല, ഞങ്ങൾ മക്കളെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരാണ്, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നെനിക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. അതിന്മേലാണ് ഞാനിപ്പോ അവിടെ തന്നെ കൊണ്ടുവന്ന് ചേർക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോ അതിന്റെ പേരിൽ ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ടി സിക്ക് അപ്ലൈ ചെയ്യുക ചെയ്തത്. 2 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കിട്ടും എന്നാണ് അവിടുത്തെ സ്കൂൾ അധികൃതർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടിയെ ഈ സ്കൂൾ എത്ര വർഷം? കുട്ടി 2 വർഷമായി പഠിക്കുന്നുണ്ടല്ലേ? അതെ. ആ സമയത്ത് ഇത്തരം നിബന്ധനകൾ സ്കൂൾ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? സ്കൂളിൽ മുൻകൂറായിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടോന്നാണോ സർ ഉദ്ദേശിക്കുന്നത്? അതെ. അതായത് സാർ മനസ്സിലാക്കേണ്ടത്, എന്റെ കുട്ടികൾ 2ഉം ചെറുതായതുകൊണ്ട് ഞാൻ കൂടുതലും ഈ യൂണിഫോമിന്റെ ഹിജാബ് എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി വന്നതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്. കാരണം നാളെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവണ്ട. അതുകൂടാതെ തന്നെ ഒരു പൊതുജനങ്ങൾക്ക് ഒരു മെസ്സേജ് കൂടെ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന പൂർണ്ണമായിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെയും പൂർണ്ണമായിട്ട് അടച്ചാക്ഷേപിക്കാൻ പാടില്ല. കാരണം ഈ ഒരു സ്കൂളിലെ ടീച്ചർ എന്നല്ല പ്രിൻസിപ്പളോ PTA ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് വെച്ചിട്ട് ആ ഒരു ഈ മാനേജ്മെന്റ് ഒരു തീരുമാനം എടുത്തെന്ന് ഓർത്തിട്ട് മറ്റുള്ള കന്യാസ്ത്രീകളെല്ലാം അങ്ങനെയാണ് എന്നുള്ളൊരു തീരുമാനം, അങ്ങനത്തെ ഒരു സംസാരം ഒരിക്കലും പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു കോൺവെന്റ് സ്കൂൾ തന്നെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാര്യം. കാരണം നാളെ അവരും കന്യാസ്ത്രീകളാണ്, ഇതേപോലെ തന്നെ ശിരോവസ്ത്രം അണിയുന്നവരാണ്. പക്ഷെ അവർക്കില്ലാത്ത എന്ത് ഒരു വിവേചനമാണ് ഇവർക്കുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സ്കൂളിൽ എന്റെ മക്കൾ പഠിച്ചാൽ അത് അവർക്ക് ഭാവിയിൽ ദോഷം ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതായത് ഹിജാബ് ധരിച്ച് ആ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇത്തരം നിയന്ത്രണങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് കുട്ടിയെ വിടാൻ ആഗ്രഹിക്കുന്നില്ല. അതെ. അങ്ങനെ ഒരു ഉറപ്പ് ഇപ്പോൾ പുതിയ സ്കൂൾ നൽകിയിട്ടുണ്ട്, നിങ്ങൾ ചേരാൻ പോകുന്ന സ്കൂൾ? തീർച്ചയായിട്ടും നൽകിയിട്ടുണ്ട്. അതേത് സ്കൂളാണ്? അവർ ലേഡീസ് കോൺവെന്റ് സ്കൂൾ, തോപ്പുംപടി.
അവരോട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി സംസാരിച്ചോ? വ്യക്തമായി സംസാരിച്ചതിന് ശേഷം അഡ്മിഷൻ ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ TCയുടെ ആപ്ലിക്കേഷൻ കൊടുത്തത്. അതായത് ഈ സ്കൂളിലെ വിവാദങ്ങളും ഒക്കെ അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതെ. അപ്പൊ അവർക്ക് ആ ഒരു പ്രശ്നമില്ല. അവരുടെ യൂണിഫോമിനപ്പുറം ഹിജാബ് കൂടി ധരിക്കുന്നതിന് പ്രശ്നമില്ല. ഇല്ല, അവിടെ കുട്ടികൾ ധരിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് ഞാൻ നേരിൽ കാണുകയും ചെയ്തു ഈ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത്. അപ്പോൾ ഇത് ഈ കാര്യം ഈ പഴയ സ്കൂളിൽ ഇപ്പോൾ കുട്ടി പഠിക്കുന്ന സ്കൂളിനെ ബോധ്യപ്പെടുത്തിയപ്പോൾ അല്ലെങ്കിൽ അവരോട് പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് മാറുന്നതെന്ന് ചോദിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒരു ചിരിയിലാണ് ഒതുക്കിയത്. അപ്പോ ഈ ഒരു പ്രശ്നം കൊണ്ടാണോ എന്ന് ഓഫീസ് സ്റ്റാഫ് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഇനി എനിക്കൊരു കുട്ടിയും കൂടി ഉണ്ട്. ആ കുട്ടിയെ ഇനി ഞാൻ LKGയിലേക്ക് ചേർക്കാൻ പോവാണ്. അപ്പൊ ആ സ്കൂളിൽ തന്നെ മുതിർന്ന കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ആ കുട്ടിയെയും ചേർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്ലാസ് ടീച്ചറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് ടീച്ചേഴ്സിനോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹിജാബ് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പൊ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു സ്കൂളിലേക്കാണ് മിസ്റ്റർ ഞാൻ മാറ്റുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂളിന്റെ PTA പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു അറിവില്ല, TCയുടെ അപേക്ഷ കിട്ടിയിട്ടില്ല എന്നൊക്കെ. അദ്ദേഹം അറിഞ്ഞു കാണില്ല അല്ലേ? അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണില്ല. എന്റെ ഫോണിലുണ്ട്. ഞാൻ ഫോട്ടോ എടുത്തു വെച്ചിട്ടാണ് ഇത് കൊടുത്തത്. കാരണം ഇത്രയും വലിയൊരു കോൺട്രവേഴ്സി നടക്കുന്നതല്ലേ. അപ്പൊ നമുക്ക് ഒരു തെളിവുണ്ടാവണമല്ലോ. അപ്പൊ ഞാനത് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഞാൻ അത് കൊടുത്തത്. സ്വാഭാവികമാണ്, കോടതിയുടെ വിധി മാത്രത്തിലാണ്. കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ കുട്ടിയെ പഠിപ്പിക്കാം. ആ സ്കൂളിന് സമ്മതമുണ്ടെങ്കിൽ അത് ആ തരത്തിൽ തന്നെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയും അതാണ്. അതിനുള്ള അവകാശവും അധികാരവും എല്ലാം നിങ്ങൾ കൊണ്ടുതാനും. നന്ദി പ്രതികരിച്ചതിന്. ഏതായാലും ഡാനി, ഇതാണ് അവർ സ്വമേധയാ കുട്ടി ഈ പറഞ്ഞതുപോലെ മാതാപിതാക്കളുടെ തീരുമാനമാണ് അത്തരത്തിലൊരു പുതിയ സ്കൂളിലേക്ക് മാറ്റുക. അത് ഒരു കോൺവെന്റ് സ്കൂളാണെന്ന് വേണം മനസ്സിലാക്കാൻ. കന്യാസ്ത്രീകൾ നയിക്കുന്ന സ്കൂളാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമില്ല. അവിടെ ഹിജാബ് ധരിക്കുന്നതിന് സമ്മതമാണ്. അവിടെ ഹിജാബ് ധരിച്ചെത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്നും ഈ മാതാവ് പറയുന്നുണ്ട്.